പരാശക്തിയേ നമഃ. ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രം. ആദിപരാശക്തിയുടെ കേശാദിപാദ വർണ്ണന. 179 ശ്ലോകം. 978 നാമപദം. ദശമുദ്ര സമാരാധ്യ. ദശമുദ്ര 10 മുദ്രകളാൽ ആരാധിക്കപ്പെടേണ്ടുന്ന ദേവി. മുദ്ര എന്നാൽ പൂജയിൽ കൈവിരലുകൾ ഒരു പ്രത്യേക രീതിയിൽ പിടിക്കുന്നതിനെയാണ് മുദ്ര എന്ന് പറയുക. 979 ത്രിപുര ശ്രീ വശങ്കരി. ത്രിപുരങ്ങളുടെയും അധീശ്വരിയായ ദേവി. 980 ജ്ഞാനമുദ്ര. ജ്ഞാനത്തിൽ ആനന്ദം നൽകുന്ന ദേവി. തള്ളവിരലും ചൂണ്ടുവിരലും കൂടി ഒരു വൃത്തമുണ്ടാക്കുന്ന വിധം കൂട്ടിപ്പിടിച്ച് മറ്റു വിരലുകൾ നിവർത്തുന്നതിനെയാണ് ജ്ഞാനമുദ്ര എന്ന് പറയുക. ഈ മുദ്രയുടെ രൂപത്തിലുള്ള ദേവി എന്നർത്ഥം. 981 ജ്ഞാനഗമ്യ. ജ്ഞാനം കൊണ്ട് പ്രാപിക്കാവുന്ന ദേവി. 982 ജ്ഞാതൃജ്ഞേയസ്വരൂപിണി. ജ്ഞാതൃജ്ഞേയം അറിയുന്നവനും അറിയേണ്ട വസ്തുവും ആയിരിക്കുന്ന ദേവി. 983 യോനിമുദ്ര. യോനിമുദ്രയായ ദേവി. മന്ത്രത്തിലെ തെറ്റുകൾ നീക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മുദ്രയാണിത്. 984 ത്രിഖണ്ഡേശി. ത്രിഖണ്ഡത്തിൻ്റെയും ഈശ്വരിയായ ദേവി. ഇതും ഒരു മുദ്രയാണ്. പഞ്ചദശി മന്ത്രത്തിൽ ഈശ്വരി എന്നർത്ഥം. 985 ത്രിഗുണാംബ. ത്രിഗുണങ്ങളുടെയും രൂപത്തിലുള്ള ദേവി. അമ്പയാണ്, അമ്മയാണ്. 986 ത്രികോണക. ത്രികോണത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവി. മൂലാധാരത്തിലും സഹസ്രാരത്തിലും ത്രികോണമുണ്ട്. ഇവയ്ക്കുള്ളിലാണ് ദേവി സ്ഥിതി ചെയ്യുന്നത്. 987 അനഘ. പാപം, ദുഃഖം, വേദന എന്നിവയൊന്നുമില്ലാത്ത ദേവി. 988 അത്ഭുത ചരിത്ര. അത്ഭുതകരമായ ചരിത്രമുള്ള ദേവി. 989 വാഞ്ചിതാർത്ഥ പ്രദായിനി. അഭീഷ്ടം നൽകുന്നവളാണ് ദേവി. 990 അഭ്യാസാതിശയജ്ഞാത. നിരന്തരമായ അഭ്യാസം, ധ്യാനം കൊണ്ട് മാത്രം നമുക്കറിയാൻ സാധിക്കുന്നവളായ ദേവി. 991 ഷഡദ്വാതീത രൂപിണി. 6 മാർഗങ്ങളെയും അതിക്രമിച്ചിരിക്കുന്ന ദേവി. ശിവനെ അഥവാ ശ്രീചക്രത്തെ ധ്യാനിക്കുവാനുള്ള 6 മാർഗങ്ങൾ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പദം, ഭുവനം, വർണ്ണം, തത്വം, കല, മന്ത്രം എന്നിവയാണ് 6 മാർഗങ്ങൾ. ഇതിനെല്ലാം മുകളിലാണ് ദേവിയുടെ സ്ഥാനം. 992 അവ്യാജ കരുണാമൂർത്തി. അത്യന്തം ശുദ്ധമായ കാരുണ്യമൂർത്തിയാണ് ദേവി. 993 അജ്ഞാനാദ്വന്ദ് ദീപിക. അജ്ഞാന അന്ധകാരത്തെ നശിപ്പിക്കുന്ന ദീപമാണ് ദേവി. 904 ഗോപവിദിത. കുട്ടികൾക്കും ഗോപാലന്മാർക്കും കൂടി അറിയാൻ സാധിക്കുന്നവളാണ് ദേവി. 996 5 സർവാനുല്ലംഘ്യ ശാസന. സർവാൻ ഉല്ലംഘ്യ ശാസന. ആർക്കും ലംഘിക്കാനാവാത്ത ആജ്ഞാശക്തിയുള്ളവളാണ് ദേവി. 996 ശ്രീചക്ര രാജനിലയ. ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്യുന്നവളാണ് ദേവി. ശ്രീചക്രം ശ്രീ പരമേശ്വരൻ്റെയും ദേവിയുടെയും ശരീരമാണ്. 997 ശ്രീമദ് ത്രിപുരസുന്ദരി. ദിവ്യയായ ത്രിപുരസുന്ദരിയായ ദേവി. 998 ശ്രീ ശിവ. ശ്രീ ശിവയാണ്, ദിവ്യയായ ശിവയാണ് ദേവി. 999 ശിവശക്തിഐക്യ സ്വരൂപിണി. ശിവശക്തികളുടെ ഏകീഭാവമാണ് ദേവി. 1000 നാമപദം ലളിതാംബിക. ഈ പ്രപഞ്ചത്തിന് അകത്തും പുറത്തും ലീലകളാടുന്ന ദേവി ശ്രീ ലളിതാംബികയാണ്. അങ്ങനെ 1000 നാമപദങ്ങളിലൂടെ ശ്രീ ലളിത സഹസ്രനാമ സ്തോത്രം ഇവിടെ പൂർണ്ണമാകുന്നു. ഈ വർണ്ണനകളിൽ ഉപയോഗിച്ചിരിക്കുന്ന നാമപദങ്ങളുടെ കേവലമായ അർത്ഥം കുറച്ചെങ്കിലും മനസ്സിലാക്കുന്നത് കൂടുതൽ ഏകാഗ്രതയോടെ നാമജപം നടത്തുവാൻ നമ്മെ സഹായിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത.
ദേവി രൂപം മഹാത്മ്യം ഒന്നും നമ്മുടെ വാക്കുകൾക്കോ വർണ്ണനയ്ക്കോ ഉള്ളിൽ നിൽക്കുന്നതല്ല എന്ന തത്വവും നാം ഇവിടെ മനസ്സിലാക്കുന്നു. ഈ 30 വീഡിയോകളിൽ ഉപയോഗിച്ചിരിക്കുന്ന ദേവി രൂപം ചിത്രം ഇത് ശ്രീ മൂകാംബിക ദേവിയാണ്. ഈ ചിത്രം വരച്ചത് പ്രശസ്ത ചിത്രകാരൻ ശ്രീ MS വിശ്വനാഥൻ വൈക്കം ആണ്. അദ്ദേഹത്തിൻ്റെ അതിവിശിഷ്ടമായ ഒരു രചനയാണ് ശ്രീ മൂകാംബിക ദേവിയുടെ ഈ എണ്ണച്ചായ ചിത്രം. അതിൻ്റെ ഒരു പ്രതിരൂപമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇക്കഴിഞ്ഞ നവരാത്രി വ്രതകാലത്തിന് ശേഷം ദേവീ നാമവർണ്ണന തുടരണമെന്നാഗ്രഹിച്ചപ്പോൾ നിത്യവും പാരായണം ചെയ്യുന്ന ശ്രീലളിത സഹസ്രനാമ സ്തോത്രം തന്നെ ആയിക്കൂടെ എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ച നല്ല പാതിക്ക് നന്ദി. ഒപ്പം വാക്കുകളിലോ വരികളിലോ അർത്ഥങ്ങളിലോ ഒക്കെ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടെങ്കിൽ പുറത്തരളണമേ എന്ന പ്രാർത്ഥനയോടെ ശ്രീലളിത പരമേശ്വരിയുടെ കാൽക്കീഴിൽ ഭക്തിപൂർവം ഇത് സമർപ്പിക്കുന്നു. ഓം പരാശക്തി.